ജൂബിലിയുടെ പുസ്തകം ചിലപ്പോൾ ദ ലിറ്റിൽ ജെനിസിസ് എന്ന് വിളിക്കപ്പെടുന്നു. വിശദമായി ടൈം ലൈനുകളും സ്വർഗീയ വീക്ഷണങ്ങളും ചേർത്ത് സൃഷ്ടിയുടെ കഥ വീണ്ടും ഊന്നി പറയുന്നു. ആദാമും ഹവ്വയും അവരുടെ പതനത്തിന് മുമ്പ് 7 വർഷം ഏദൻ തോട്ടത്തിൽ താമസിച്ചിരുന്നതായി അത് വിശദീകരിക്കുന്നു. അവരെ പുറത്താക്കിയ ശേഷം അവർക്ക് കുട്ടികളുണ്ടായി. അവരുടെ ദാരുണമായ കഥ കൈൻ ഹാബേലിനെ കൊലപ്പെടുത്തിയതിലൂടെ വികസിക്കുന്നു. ഈ വാചകം മനുഷ്യരാശിയുടെ ആദ്യകാല തലമുറകൾ ഘടനാപരമായി ടൈം ലൈൻ നൽകുന്നു. ദൈവീയ ക്രമത്തിനും തുടക്കം മുതൽ സ്ഥാപിതമായ നിയമങ്ങൾക്കും ഊന്നൽ നൽകുന്നു. ഇത് മാനവികതയെ പഠിപ്പിക്കുന്നതിലും മാലാഖമാരുടെ പങ്ക് എടുത്തു കാണിക്കുകയും ആദ്യകാല ധാർമ്മിക നിയമങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. വീണുപോയ മാലാഖമാരുടെ നെഫിലിമുകളുടെ മനുഷ്യരാശിയുടെ അഴിമതി ഉൾപ്പെടെ വെള്ളപ്പൊക്കത്തിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള അതുല്യമായ വിശദാംശങ്ങൾ നൽകിക്കൊണ്ട് ജൂബിലികൾ നോഹയുടെ കഥയിലേക്ക് ആഴത്തിൽ കടന്നുചെല്ലുന്നു. ക്രമം പുനഃസ്ഥാപിക്കുന്നതിന് നോഹയുടെ പങ്കിനെക്കുറിച്ച് അത് വിശദീകരിക്കുന്നു. ദൈവം അവനുമായി ഉണ്ടാക്കിയ മഴവില്ല് അടയാളപ്പെടുത്തിയ ഉടമ്പടി, മനുഷ്യരാശിക്ക് നൽകിയ നിയമങ്ങൾ എന്നിവ ഊന്നിപ്പറയുന്നു. ഭക്ഷണ നിയന്ത്രണങ്ങളും രക്തം കഴിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുകളും ഇതിൽ ഉൾപ്പെടുന്നു. നോഹയുടെ സന്തതികൾ അവന്റെ പുത്രന്മാരായ ഷേം, ഹാം, യാഫേത്ത് എന്നിവരുടെ വിവിധ രാജ്യങ്ങൾ ഉത്ഭവവും കാണിക്കുന്നു. സ്വർഗത്തിലെത്താൻ ഗോപുരം പണിയാനുള്ള ശ്രമത്തിൽ അടയാളപ്പെടുത്തിയ ദൈവത്തിനെതിരായി മനുഷ്യധിക്കാരത്തിന്റെ നിമിഷമായാണ് ബാബേൽ ഗോപുരം വിവരിക്കുന്നത്. ദൈവത്തിന്റെ ഇടപെടൽ മനുഷ്യരാശിയെ അവരുടെ ഭാഷകളെ ആശയക്കുഴപ്പത്തിലാക്കുകയും ഭൂമിയിലുടനീളം ചിതറിപ്പിക്കുകയും ചെയ്യുന്നു. നോഹയുടെ പുത്രന്മാർക്കിടയിൽ ഭൂമിയെ വ്യത്യസ്ത പ്രദേശങ്ങളായി വിഭജിച്ചത് എങ്ങനെയെന്ന് വിവരിച്ചുകൊണ്ട് ജൂബിലീസ് ഒരു സവിശേഷമായ മാനം ചേർക്കുന്നു. ഓരോന്നിനും ദൈവിക കൽപ്പനയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വിഭജനം രാഷ്ട്രങ്ങൾക്ക് അടിത്തറയിടുകയും ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിൽ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കേണ്ട പ്രാധാന്യം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ ജൂബിലിയുടെ പുസ്തകം ആദാം മുതൽ ബാബേൽ വരെയുള്ള ബൈബിളിലെ സംഭവങ്ങളെ വിശദമായും ധാർമ്മിക ദൈവിക കേന്ദ്രീകൃതമായി പുനർവ്യാഖ്യാനം ചെയ്യുന്നു. അതുമാത്രമല്ല, നിയമങ്ങൾ നല്ലപോലെ ഊന്നി പറയുന്നു.